നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ TinsoBro. എന്തൊക്കെയുണ്ട് വിശ്വാസം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരും കൊറോണ പിടിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ വരുന്നതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നു, മൊത്തമായിട്ട് ലോക്ക്ഡൗണിലായിരുന്നു കഴിഞ്ഞ 1-2-3 മാസമായിട്ട്. എല്ലാവരും ലോക്ക്ഡൗണിലിരിക്കുകയാണ്, നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് ലോക്ക്ഡൗണിലിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു പ്രോജക്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് പോലീസൊന്നും പിടിക്കാതെ മൾട്ടിയുടെ ഒരു ട്രിപ്പ്, ഒരു റോഡ് ട്രിപ്പ്. അപ്പോൾ റോഡിൽ കാണാം, തുടർന്ന് വീഡിയോ കാണുക. നമ്മുടെ സാധാരണ ലോങ് ട്രിപ്പ് എല്ലാം പോലെ ഈ ട്രിപ്പും തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ കാർപ്പുറത്തിൽ വന്നിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ സ്വന്തം കാർപ്പുറത്തിൻ്റെ തന്നെ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസ് യാത്ര നമ്മൾ പോകുമ്പം നമുക്ക് ഈ സമ്മറൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബ്രേക്ക് ടൈംസ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ മാക്സിമം റൈഡ് ചെയ്യുള്ളൂ. അതിപ്പോൾ 100 കിലോമീറ്റർ ഓടിച്ചാലും 120 കിലോമീറ്റർ ഓടിച്ചാലും 15 കിലോമീറ്റർ ഓടിച്ചാലും ചിലപ്പോൾ ടൗണിലൊക്കെ ആയിരിക്കും നിങ്ങൾ 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 കിലോമീറ്റർ ഓടിയെന്ന് ഫീൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ നിർത്തി നിങ്ങൾ ബ്രേക്ക് എടുത്തൊന്ന് ഫ്രഷ് ആയി ഒരു 10 മിനിറ്റ് ശേഷം യാത്ര തുടരുന്നതാണ് നിങ്ങൾക്ക് 1, 2, 3 മുതൽ 5 വരെ ദിവസങ്ങളിലെ ട്രിപ്പുകളിൽ നിങ്ങൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മേലെ ട്രിപ്പുകളിൽ നിങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് സഹായകരമാണ്, നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വെള്ളം കുടി. അതായത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, എപ്പോഴും കുപ്പിയോളം വാങ്ങാൻ ശ്രദ്ധിക്കുക. പുറത്ത് പോകുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ട് സീലൊക്കെ ഉള്ള, എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉള്ള, നല്ല അധികം വെയിലത്തൊന്നും വെക്കാത്ത കുപ്പിയോളം വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ പടരാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഇത് വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ രക്തയോട്ടം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വെറുതെ എവിടെയെങ്കിലും പോയി കുത്തിരിക്കാതെ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് റിലാക്സ് ആകുക, കൈയും കാലൊക്കെ ഒന്ന് വീശുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതായത് ശരിക്കും നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടമൊക്കെ ജസ്റ്റ് ഒന്ന് മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്നുള്ള യാത്രകൾ, അതായത് ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ ഒരേ പൊസിഷനിൽ ഇരിക്കുമല്ലേ, പിന്നെ നമ്മുടെ വണ്ടിയുടെ വൈബ്രേഷൻസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലഡ് സപ്ലൈ കാലിലേക്കുള്ളതൊന്നും വൃത്തിക്കുണ്ടാവില്ല. അപ്പോൾ ആങ്കിളിനുള്ള എക്സസൈസ്, തൈസിനുള്ള എക്സസൈസ്, കൈക്കുള്ള എക്സസൈസ്, ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ നമ്മുടെ യാത്ര മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാണ്. വണ്ടി കയറി നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് വിടാം. സുലാൻ റോഡിൽ കാണാം. പേരമരത്തിലെത്തി, 1-ാം പേരമരം. ഈ പേരമരത്തിൽ ഇന്നൊന്നും കായൊന്നുമില്ലല്ലോ. അയ്യോ. യാത്രയിൽ കണ്ടെത്തുന്ന ചെറിയ ചെറിയ പേരമരങ്ങൾ. നമുക്ക് അടുത്ത പേരമരത്തേക്ക് പോകാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ. ഈ പേരമരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്. ഓക്കെ, സെറ്റപ്പ്. നമുക്ക് നോക്കിക്കളയാം. അടുത്ത സ്റ്റോപ്പ്. മുന്നിലുള്ള അപകടം അറിയാതെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു. നേരെ പോവാല്ലേ? അയ്യോ, കൊറോണ പണിപാളി. അയ്യോ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ.
കുട്ടപ്പൻ ചേട്ടൻ്റെ കരിക്കടയല്ലേ അത്? അടിപൊളി, ഒരു കരിക്ക് കുടിച്ചിട്ട് തന്നെ ബാക്കിയാരും. കുട്ടപ്പൻ ചേട്ടാ നമസ്കാരം. അടിപൊളി. കരിക്കില്ലേ? കച്ചവടമൊക്കെ കഴിയാറായോ? 4 കരിക്കേ ഉള്ളല്ലോ. ആണല്ലേ? ഭയങ്കര വെയിലായോണ്ടായിരിക്കും അല്ലേ? അടിപൊളി. കുട്ടപ്പൻ ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഇന്ന് കരിക്ക് ഞാൻ തന്നെ വെട്ടാം. ആയിക്കോട്ടെ. ഓക്കെ, മുഴുത്ത കരിക്കാനായിക്കോട്ടെ. നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കരിക്ക്. അതായത് ബാക്കി ജ്യൂസുകളൊക്കെ കഴിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ചേർത്ത് ഐസ് ചേർത്തൊക്കെ അടിച്ചെന്തെങ്കിലും കഴിക്കുന്നതിനേക്കാളും ഈ നാരങ്ങ സോഡയും കാര്യങ്ങളും സർബത്തൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ഫ്രഷ് ആയിട്ടാണ് കരിക്ക്. കാരണം കരിക്കകത്തൊന്നും ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല അധികമായിട്ട്. പിന്നെ ഇതിന് തേങ്ങ നമുക്ക് തിന്നാൽ കുറച്ച് വിശപ്പെടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കരിക്ക് കുറിച്ചാനാണ് എല്ലായിടത്തും പോയാലും. അപ്പോൾ റോട്ടിൽ കാണാം. വെൽക്കം ടു ഹോം ഗാർഡൻസ്. ഒരു അടിപൊളി പൂന്തോട്ടം, കൊള്ളാലോ പരിപാടി. നമുക്ക് വൈകുന്നേരം ഇവിടെ ആകാം. സൂപ്പർ. അങ്ങനെ ഗാർഡൻ വിസിറ്റും കഴിഞ്ഞ് മാങ്ങയൊക്കെ തിന്ന് നമ്മൾ നേരെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായ പറമ്പിൽ കുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ പറമ്പിൽ കുന്നത് എവിടെയാണ്? നമ്മൾ കുന്നിൻ്റെ മേലെ ഇന്ന് രാത്രി ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ മൾട്ടി ഡേ ട്രിപ്പിൻ്റെ രാത്രി സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കുന്നുകളൊക്കെ കണ്ടാൽ നമ്മുടെ അവിടുത്തെ ആളുകളുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാം. നമ്മുടെ ബൈക്കിൻ്റെ ഏതെങ്കിലും ബലമുള്ള ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ ഹെൽമെറ്റ് ലോക്ക് ചെയ്യുക. നമ്മുടെ ജാക്കറ്റ് നമുക്ക് എപ്പോഴും ഒരു ഹെവി ബാഗേജാണ്. ഈ ജാക്കറ്റ് എങ്ങനെയാണ് നമുക്ക് സെക്യൂറായിട്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നത് നമുക്ക് പഠിക്കുക. ഇതൊരു നീളമുള്ള ലോക്കാണ്. ഇതുണ്ട്, മറ്റേ കഥകളൊന്നാണ് ഇത് ഞാൻ വാങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നീളമുള്ള ലോക്ക് കിട്ടും. ഈ നീളമുള്ള ലോക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജാക്കറ്റ് എപ്പോഴും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എപ്പോഴും ഭയങ്കര ബാഗേജായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് നടക്കണം. നമ്മൾ ട്രെക്കിംഗ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും ഇത്. അന്നേരം ഇതിൻ്റെ ഒരു കൈക്കകത്തൂടെ ഇത് കയറ്റി മറ്റേ കൈക്കകത്തൂടെ ഇത് ഇറക്കി നമ്മുടെ ജാക്കറ്റ് സുഖമായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ അതിവിജയകരമായിട്ട് നമ്മുടെ പറമ്പിൽ കുന്നിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയാണ് ശരിക്കുള്ള ട്രക്കിംഗ് വരുന്നത്. അതിന് മണ്ടയ്ക്ക് പോയിട്ട് ഇന്ന് രാത്രി ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ മലയിൽ കാണാം. അപ്പോൾ നമ്മളൊരു മലേൻ്റെ മേലെ കയറി നമുക്ക് ടെൻ്റ് അടിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ 1-2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഏരിയയൊക്കെ ഒന്ന് നോക്കണം. അതായത് വന്യജീവികൾ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നോക്കണം. ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ വീട് കാടിനടുത്തായതുകൊണ്ട് അപ്പുറത്തുനിന്ന് പന്നിയും മാനമൊക്കെ വരലുണ്ട്. അപ്പോൾ ഇന്ന് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഏരിയ അത്യാവശ്യം നിരപ്പായ സ്ഥലം കണ്ടുപിടിച്ചാൽ നമ്മുടെ പകുതി ജോലി പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ടെൻറ്റ് കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടെൻറ്റ് കെട്ടാനുള്ള ബാക്കി സാമഗ്രികളൊക്കെ നമ്മുടെ ബാഗിനകത്ത് ഞാൻ പുറത്തെടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കസേരയാണ്. കസേരയിൽ ഇരുന്നിട്ട് നമുക്ക് ഓരോ പരിപാടി സെറ്റാക്കാം. നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രിത്തെ ഡിന്നറാണ്. ഇനി നമ്മുടെ മെയിൻ ആയുധം ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇത്രയുള്ള സംഭവം. രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗാണ്. സ്ലീപ്പിംഗ് ബാഗ് ഇത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മാറ്റ്. അതായത് ഇൻസുലേറ്റഡ് മാട്രസാണിത്. ടെൻറ്റിനടുത്തുള്ള തണുപ്പൊന്നും നമ്മുടെ ടെൻറ്റിനകത്തേക്ക് കയറില്ല. പിന്നെ നമുക്ക് നമ്മുടെ വെള്ളം അത്യാവശ്യമാണ്. എപ്പോഴും ക്യാമ്പിങ്ങിന് പോകുമ്പോൾ വെള്ളം കൈ കരുതണം. പിന്നെ ഇതിനകത്താണ് നമ്മുടെ കുക്കിംഗ് ഗിയറെല്ലാം ഇരിക്കുന്നത്. ഞാൻ ഇതിനെ ശരിയെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ബാഗും സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടെൻറ്റ് അടിക്കാൻ റെഡിയായി.
അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങുകയാണ്. കുക്കിങ്ങിന് വേണ്ട സംഭവങ്ങൾ നമ്മുടെ അടുത്ത് എന്തെല്ലാം ഉള്ളതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സ്റ്റൗവ്. ഈ സ്റ്റൗവ് ഫ്ലെയിം ക്യൂബ്സിലാണ് കത്തുക. നമ്മുടെ സ്റ്റൗവ് നമ്മൾ നിലത്ത് വെച്ചു. നമ്മൾ നോക്കേണ്ടത് അധികം കരികിലൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് വെക്കുക. ഇവിടെ ഇപ്പോൾ കരികിൽ ഇച്ചിരി മഴ നനഞ്ഞ വെറ്റായിട്ടുള്ള സ്ഥലങ്ങൾ, തീ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുറത്തുനിന്ന് തീ പിടിക്കാനുള്ള ചാൻസ് ഈ സ്റ്റൗവിനകത്ത് തീ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യൂബ്സ്, ഫ്ലെയിം ക്യൂബ്സ്. ഇത് നമ്മൾ പൊളിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു, 2-3 അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 മാഗി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഏകദേശം 2 ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് നമ്മൾ കവറിനകത്ത് എടുത്തിട്ട് നമ്മളിതിലേക്ക്, ഇത് സെയിം സാധനമാണ്. ഇത് നമ്മുടെ കർപ്പൂരം എന്ന് പറഞ്ഞ സംഭവം സെയിം സംഭവമാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് പാത്രമാണ്. അപ്പം പാത്രം ഇത് നമ്മുടെ ക്യാമ്പിംഗ് ഗിയർ അല്ല, ഇത് നമ്മൾ അടുക്കളയിൽ നിർത്തുന്ന പാത്രമാണ്. അടുക്കളയിൽ നിൽക്കുന്ന പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പാത്രം വാങ്ങാൻ കിട്ടും, ഒന്നെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മാഗിയാണ്. മാഗി നമ്മുടെ ദേശീയ ഭക്ഷണം ക്യാമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ റെഡി ടു കുക്ക് മീൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഈ കർപ്പൂരം നമ്മുടെ ഫ്ലെയിം ക്യൂബ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ ഒന്ന് വൃത്തിക്ക് കഴുകണം, അല്ലെങ്കിൽ അത് ഫുഡിനകത്ത് പോകും. പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് എപ്പോഴും പോകുമ്പോൾ നമ്മുടെ അടുത്ത് വേണ്ട വേറൊരു സാധനം ലൈറ്റർ. അതായത് 3 ടൈപ്പ് ലൈറ്റർ നമ്മുടെ അടുത്ത് വേണമെന്ന് ഞാൻ പറയില്ല, അഡ്വൈസറിയാണ്. അതായത് കുറച്ച് ഓൾട്ടിറ്റ്യൂഡ് കയറിയ സ്ഥലങ്ങൾ, അതായത് ഹൈറ്റ് കയറിയ സ്ഥലങ്ങളിൽ, അതായത് ഈ ഹിമാലയത്തിലേക്ക് പോകുമ്പം ചിലപ്പോൾ നമ്മുടെ ലൈറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ചിലപ്പം ഒന്നെങ്കിൽ നമ്മുടെ ഈ മറ്റേ സ്പാർക്കുള്ള ലൈറ്റർ വർക്ക് ചെയ്യില്ല, പിന്നെ നമ്മുടെ കല്ലുള്ള ലൈറ്റർ അടിക്കാൻ നേരം വർക്ക് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മാച്ച് സ്റ്റിക്ക് എന്താണേലും എടുക്കണം, ഇതായിരിക്കും വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഈ കൊറോണ കാലത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ടാവുമല്ലോ. ലോകം മുഴുവൻ ഒരു ചെറിയ വൈറസ് കാരണം ഇപ്പോൾ ഇരുട്ടിലാണ്. നേരം വെളുക്കാതിരിക്കില്ലല്ലോ. നമുക്ക് ഈ നാളുകളിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതെല്ലാം തിരിച്ചു പിടിക്കണം. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി പുറത്തിറങ്ങണം. എന്നിട്ട് രാത്രി കണ്ട സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടണം. എന്നിട്ട് അതെല്ലാം എത്തിപ്പിടിക്കണം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ റോട്ടിൽ കാണാം. സുലാൻ, നിങ്ങളുടെ ടിൻസോബ്രോ. പിന്നെ ഈ വീഡിയോ വീട്ടിലിരുന്നാണ് ചെയ്തത്. ക്യാമ്പ് അടിച്ചതെല്ലാം സ്വന്തം പറമ്പിലാണ്. ക്യാമറാമാന്മാർ നമ്മുടെ അനിയന്മാരാണ്. ഉപയോഗിച്ച സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. You sure you can handle